നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സെക്രട്ടേറിയറ്റിലെത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെയാണ്. ഉച്ചഭക്ഷണവുമായി എത്തുന്ന വിജയ് അവിടുത്തെ മുറിയിൽ വച്ചു തന്നെ അത് കഴിക്കുന്നു. എന്തായാലും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. സെക്രട്ടേറിയറ്റിലെത്തുന്നതിൽ സമയനിഷ്ഠയും അദ്ദേഹം കൃത്യമായി പാലിക്കുന്നുണ്ട്. മെയ് 10-നാണ് അദ്ദേഹം അധികാരത്തിലേറിയത്. അന്ന് മുതൽ സെക്രട്ടേറിയറ്റിലെ ജോലികളിൽ വ്യാപൃതനായിരുന്നു. എന്തായാലും ഉച്ചഭക്ഷണവുമായി എത്തുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ വളരെ ആരാധനയോടെയാണ് എല്ലാവരോടും പറയുന്നത്. വളരെ ലാളിത്യത്തോടെ തന്നെ സാധാരണ സർക്കാർ ജീവനക്കാരനെന്ന പോലെ തന്നെയാണ് വിജയ് എല്ലാവരോടും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴക രാഷ്ട്രീയത്തിൻ്റെ പുതിയൊരു തുടക്കം തന്നെയായിരുന്നു ഇത്തരത്തിൽ വിജയ് അധികാരത്തിലേറിയത്. പല കാര്യങ്ങളും വിജയ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനം നൽകിയ കാര്യങ്ങളൊക്കെ തന്നെ വിജയ് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സാധാരണക്കാരെ പോലെ തന്നെ എല്ലാവരോടും പെരുമാറുന്ന വിജയെയാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതേസമയം തമിഴക രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റങ്ങൾ പ്രവചിച്ചുകൊണ്ട് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനകൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ ഏതു നിമിഷവും നിലം പൊത്താമെന്നും ഭരണത്തിലേക്ക് തിരിച്ചു കയറാൻ DMK പ്രവർത്തകർ സെക്കൻഡുകൾക്കുള്ളിൽ സജ്ജരാകണമെന്നാണ് സ്റ്റാലിൻ ആഹ്വാനം ചെയ്തത്. ചെന്നൈയിൽ വിളിച്ചു ചേർത്ത പാർട്ടി ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു വിജയുടെ സർക്കാരിന് സ്റ്റാലിൻ പരസ്യമായ മുന്നറിയിപ്പ് നൽകിയത്. തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയം വിശകലനം ചെയ്യാൻ കൂടിയ യോഗത്തിൽ തികച്ചും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ജോസഫ് വിജയ്, ഇത് വേണമെങ്കിൽ കുറിച്ചു വച്ചോ, നിങ്ങളുടെ ഭരണം അധികകാലം ഉണ്ടാകില്ല എന്ന സ്റ്റാലിൻ്റെ വാക്കുകൾ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള വെല്ലുവിളി എന്നതിലുപരി വരാനിരിക്കുന്ന അട്ടിമറി നീക്കങ്ങളുടെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഭരണമാറ്റത്തിനായുള്ള DMKയുടെ അതിവേഗ നീക്കങ്ങളെ ശരിവെക്കുന്നുണ്ട്. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ സുനാമി എന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്. 5 വർഷത്തെ DMK ഭരണത്തോട് പൊതുജനങ്ങളിൽ നിന്നുണ്ടായിരുന്ന മതിപ്പ് വോട്ടാക്കി മാറ്റുന്നതിൽ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം സ്വയം വിമർശനം നടത്തി. അതേസമയം ഇന്ധനവില വർധനവിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. വില വർധന അംഗീകരിക്കാനാകില്ലെന്നും തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വില വർധന സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും താഴ്ന്ന വരുമാനക്കാരായവർക്കും ഇടത്തരക്കാർക്കും സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങൾക്കും സാമ്പത്തികമായ അധിക ബാധ്യത വരുത്തിവെക്കുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു.